ദൈവരാജ്യത്തെ ഈ ലോകത്തുള്ള ഒരു രാജ്യവുമായും ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റവുമായും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. യേശു ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെ തന്നെ രണ്ടഭിപ്രായമാണ്. ഒരു ഭൂരിഭാഗം ആളുകളും കരുതുന്നത് യേശു വന്നത് പാപത്തിൻ്റെ പരിഹാരമായ ഒരു രക്ഷകനായി മാത്രം വന്നു, യേശു ഇനി രാജാവായി വരും. എൻ്റെ ചോദ്യം, യേശു രാജാവായി വന്നു എന്നാണോ, രാജാവായി ഇനി വരാൻ പോകുന്നു എന്നാണോ? യേശു രാജാവായി വന്നു എന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന എങ്ങനെയാണ്, യേശു രാജാവായി വേഗം വരും എന്നാണ്. തീർച്ചയായും വരും, രണ്ടാമതായി യേശു വീണ്ടും വരും. പക്ഷേ യേശു ഒന്നാമതായി വന്ന് എന്ത് ചെയ്തു എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. യേശു ഒന്നാം പ്രാവശ്യം വന്നപ്പോൾ, യേശു ആദ്യം വന്നപ്പോൾ ഈ ഭൂമിയിൽ രാജാവായി തന്നെയാണ് വന്നത്. യേശു വന്നത് രാജാവായി വന്നു. യേശു എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ വളരെ കഥാവിന് രണ്ടാം വരവിനെ കാത്തിരിക്കുന്ന നമ്മൾ ഒന്നാം വരവിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി അറിയേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നു, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ വലിയവനാകും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബിന്റെ സന്തതി പരമ്പരകൾക്ക് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ വന്ന് രാജകൊട്ടാരത്തിലാണ് അന്വേഷിച്ചത്. കാരണം അവർ വന്നത് രക്ഷകനായി മാത്രം ജനിച്ച യേശുവിനെ നോക്കിയിട്ടല്ല, രാജാവായി പിറന്നവനെ നോക്കി. യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ അന്വേഷിച്ചാണ് അവർ വന്നത്. എന്നാൽ അതേ സമയം തന്നെ യേശു രക്ഷകനും കൂടെയാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം യേശു രക്ഷകനാണ്, അവൻ രാജാവാണ്, അവൻ മശിഹായാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമരിയ സ്ത്രീയോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിഹ ആകുന്നു. അപ്പോൾ യേശു മശിഹായാണ് വന്നത്, രക്ഷകനായി വന്നു, രാജാവായി വന്നു. ഹല്ലേലൂയ. യേശുവിന്റെ വരവെങ്കിൽ, യേശുവിന്റെ ജനനസമയത്ത് അവിടുന്ന് രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വർഗീയ സൈന്യം ആ രാജാവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു. പിലാത്തോസിന്റെ മുന്നിൽ യേശു പോയപ്പോൾ യേശുവിനോട് പിലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞില്ല, ഞാൻ ഇനി ഒരിക്കൽ രാജാവാകുമെന്നല്ല, അതെ ഞാൻ രാജാവാകും. ഹല്ലേലൂയ. പിലാത്തോസിന്റെ മുന്നിൽ യേശു പറയുകയാണ്, ഞാൻ രാജാവാകും. അവൻ ജനിച്ചപ്പോൾ രാജാവാണെന്ന് അനൗൺസ് ചെയ്യപ്പെട്ടു, ജീവിച്ചപ്പോൾ തൻ്റെ വായ കൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ രാജാവാണെന്ന്. മരിച്ചപ്പോൾ എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും യവന ഭാഷയിലുമൊക്കെ അവൻ്റെ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചു, അവൻ യഹൂദന്മാരുടെ രാജാവ്. പീലാത്തോസ് അവിടെ ബോർഡ് എഴുതി തൂക്കി, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന്. മരണത്തിലും അവൻ രാജാവ് എന്ന് എല്ലാവരും സമ്മതിച്ചു. നമുക്കറിയാം, യേശുവിൻ്റെ ഉപമകളിൽ മിക്കതും ദൈവ രാജ്യത്തെക്കുറിച്ചായിരുന്നു. രാജ്യം എന്ന വിഷയമാണ് യേശു ഏറ്റവും അധികം പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷം ഒഴികെ ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിലും അവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവരാജ്യം എന്ന വാക്കാണ്. എന്നാൽ മത്തായി എഴുതിയത് സുവിശേഷം പ്രധാനമായും യഹൂദന്മാരെ അഡ്രസ്സ് ചെയ്യാനായതുകൊണ്ടായിരിക്കാം അതിനകത്ത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവരാജ്യത്തിന് പകരം സ്വർഗരാജ്യം എന്ന വാക്കാണ്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചോളം യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന വാക്ക്, ആ ഒരു കൽപ്പനയെ അവർ കണ്ടിരുന്നത് യാഹ്വേ എന്ന വാക്ക് കൂടുതലായി ഉപയോഗിക്കരുത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരുന്നത്. അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ട് തന്നെ ആയാലും അവർക്ക് അഡ്രസ് ചെയ്തപ്പോൾ ദൈവം എന്ന പദത്തിന് പകരം സ്വർഗം എന്ന പദം ചേർത്ത് സ്വർഗരാജ്യം എന്ന വാക്കാണ് മത്തായി ഉപയോഗിച്ചത്. ബാക്കി എല്ലായിടത്തും ദൈവരാജ്യം എന്ന പദം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമകൾ പറയുമ്പോഴെല്ലാം യേശു ഉപയോഗിച്ചത് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വളരെ ചെറിയ കാര്യങ്ങളെയാണ്. കടുകുമണി, ഈസ്റ്റ്, പുളിപ്പിക്കുന്ന ഈസ്റ്റ്, ഇതൊക്കെയാണ് ദൈവരാജ്യവുമായി കണക്ട് ചെയ്യാനായിട്ട് യേശു ഉപയോഗിച്ചത്. ഇവയുടെ പ്രത്യേകത എന്താണ്? കാഴ്ചയിൽ വളരെ ചെറുതാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് വലുതാണ്. ഈസ്റ്റ് അല്പം മതി വലിയ മാവിനെ പുളിപ്പിക്കാൻ, ശരിയല്ലേ? കുറച്ച് പുളിച്ച മാവ് എടുത്ത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാം പുളിച്ചു വരും. കടുകുമണി യേശു പറഞ്ഞു അതിനോട് സദൃശമാണ് ദൈവരാജ്യം. ചെറിയ വിത്താണ്, പക്ഷെ അത് മുളച്ചു കഴിയുമ്പോഴോ വലിയൊരു വൃക്ഷമായി മാറും. ഇതേ ദൈവരാജ്യത്തെക്കുറിച്ച്
ദാനിയേലിന്റെ പ്രവചനത്തിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ദാനിയേലിന്റെ പ്രവചനത്തിൽ കാണുന്നത് ഒരു ചെറിയ കല്ല് ഒരു ബിംബത്തെ വന്ന് ഇടിച്ച് തകർത്തിട്ട് ആ കല്ല് വളർന്ന് പർവ്വതമാകുന്നു. ആ പർവ്വതം ഭൂമി മുഴുവനും നിറയുന്നു. ദൈവരാജ്യവുമായി കണക്ട് ചെയ്ത് പറഞ്ഞ ഉപമകളാണ്. ഇവിടെ ഈ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആ കാലഘട്ടം നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ്. കാരണം ഇസ്രായേൽ മക്കൾ ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. കാരണം പ്രവാചകന്മാർ മുഖേന അവർ അടിമത്തിൽ പോകുമ്പോൾ ദൈവം അവരോട് സംസാരിച്ചു പറഞ്ഞു, ഒരു മശിഹ വരും, ഒരു രക്ഷകൻ വരും. ഇതിനായി കാത്തിരിപ്പ് തുടങ്ങി കുറേ നാളുകളായി. ആ ഒരു സമയത്താണ് യേശുവിൻ്റെ വരവ്. സ്വാഭാവികമായും എല്ലാ യഹൂദന്മാരും ഇസ്രായേൽ മക്കൾ പ്രതീക്ഷിച്ചു ഒരു മശിഹായ്ക്ക് വേണ്ടി ഒരു കാത്തിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ഇത് അവർ അടിമകളായി പോവുക എന്നുള്ളത് പരിചിതമായൊരു കാര്യമാണ്. പല രാജാക്കന്മാരുടെ കീഴിലും അവർ അടിമകളായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു വരുന്ന സമയത്തുള്ള അടിമത്വം വ്യത്യസ്തമായ ഒന്നാണ്. മുൻപൊക്കെ അവർ പല രാജ്യങ്ങളിലും പല രാജാക്കന്മാരുടെ കീഴിൽ പോയി അടിമകളായിരുന്നെങ്കിൽ ഇവിടെ സ്വന്തം നാട്ടിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അടിമത്തിൽ കഴിയുകയാണ്. അതായത് യഹൂദന്മാർ അവരുടെ നാട്ടിൽ റോമാക്കാരുടെ അടിമത്തത്തിന് കീഴിലാണ്, അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ വരവ്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും വിചാരിക്കുന്നു. സ്വന്തം നാട്ടിൽ തന്നെ അടിമകളായി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ റോമാക്കാർക്കെതിരെ പൊരുതാം, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ എഴുന്നേറ്റ് വരുന്നത് പതിവായിരുന്നു. ആ സമയത്ത് ഞാൻ മശിഹയാണെന്ന് പറഞ്ഞ് പലരും എഴുന്നേറ്റ് വരുന്നത് പതിവായിരുന്നു. അവരെ പറഞ്ഞ പേര് എരിവുകാരൻ എന്നാണ്. എരിവുകാരൻ അല്ലെങ്കിൽ സെലക്ട്സ് എന്ന് പറയും. ആ ഒരു പേരിലാണ് അവർ അറിയപ്പെടുന്നത്. കാരണം തീവ്രവാദികളെന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന പോലെ തങ്ങളുടെ ജനത്തെ രക്ഷിക്കാം, ഈ മാവോയിസ്റ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ അവരെ ആളെ കൂട്ടി പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാനാണ് മശിഹ, നമുക്ക് റോമിനെതിരെ ഫൈറ്റ് ചെയ്യാം, റോമൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാം എന്ന് പറഞ്ഞു വരുന്ന ഒത്തിരി മശിഹമാരൊന്നുണ്ടായിരുന്നു. ഈ മശിഹമാരൊക്കെയും, ഈ കള്ള മശിഹമാരെയൊക്കെയും റോമാക്കാർ വെറുതെ വിടില്ല. അവരെന്ത് ചെയ്യും? അവർ പിടിച്ച് പരസ്യമായി തൂക്കിക്കൊല്ലുന്നത് പതിവായിരുന്നു. തൂക്കിക്കൊല്ലുക മീൻസ് ക്രൂസിൽ കൊല്ലുമായിരുന്നു, ക്രൂശീകരിച്ച് കൊല്ലുന്നത് പതിവായിരുന്നു. യേശു അല്ല ആദ്യമായി ക്രൂസിൽ മരിക്കുന്ന വ്യക്തി. അന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന മശിഹ എന്ന് പറഞ്ഞു വരുന്ന ഓരോരുത്തരെയും റോമാക്കാർ ഇല്ലാതാക്കും, പരസ്യമായി തന്നെ വളരെ നിഷ്ഠൂരമായി കൊല്ലും. കാര്യം എന്താണ്? ഇനി ഇതുപോലുള്ള ആളുകൾ എഴുന്നേറ്റ് തങ്ങൾക്കെതിരെ വരാതിരിക്കാൻ, അവരെ ഭയപ്പെടുത്താൻ അവർ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ക്രൂശ്. ഹല്ലേലൂയ. അതായത് ക്രൂശ് ഭയത്തിൻ്റെയും മരണത്തിൻ്റെ ഒരു സിംബലായിരുന്നു. റോമാക്കാർക്കെതിരെ സംസാരിക്കുന്ന, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് അവസാനം കാണുന്നത് ആ ക്രൂശിലായിരുന്നു. ഈ സമയത്താണ് യേശു അവിടെ വന്ന് ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, റോമാക്കാർ നോക്കിയിരിക്കുകയാണ്, ആരെങ്കിലും തങ്ങൾക്കെതിരെ പറയുന്നുണ്ടോ, മറ്റൊരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? അവർക്ക് ഭരണാധികാരിയായിട്ട് അവിടെ കൈസർ മാത്രമാണ്. നമുക്കറിയേണ്ട സമയം ഈ സമയത്ത് യേശു എന്ന് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് നിങ്ങൾ പുറത്തൊരാളോട് പറഞ്ഞാൽ അവർ ഉടനെ പറയും, ഓ ഒരു ക്രിസ്ത്യാനികളുടെ സംഭവമല്ലേ സുവിശേഷം എന്ന് ചോദിക്കും. അവർക്കൊക്കെ മതത്തിൻ്റെ ഒരു സാധനമായി മാറി. എന്നാൽ യേശു വരുന്ന സമയത്ത് സുവിശേഷം അങ്ങനെ ആയിരുന്നില്ല. സുവിശേഷം എന്ന വാക്ക്, ദ ഗോസ്പൽ എന്ന വാക്ക് തന്നെ മതവുമായി യാതൊരു ബന്ധവുമില്ല. ഗോസ്പൽ എന്ന വാക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല. പകരം അതൊരു രാഷ്ട്രീയ വാക്കാണ്, പൊളിറ്റിക്കൽ വേർഡാണ്. എന്താണെന്നറിയാമോ? ഒരു രാജ്യം ഒരു സൈനിക വിജയം നേടുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ രാജാവിന് ഒരു തലമുറ ഉണ്ടാകുമ്പോഴോ അതിനെ പ്രഖ്യാപിക്കുന്ന വിളംബരങ്ങളാണ് ഗോസ്പൽ. ശ്രദ്ധിച്ചേക്കണേ. ഒരു രാജ്യം മറ്റൊരു രാജ്യം തോൽപ്പിച്ച് സൈനിക വിജയം നേടിയെന്ന് വിളംബരം ചെയ്യുകയോ, ഒരു രാജാവിന് ഒരു സന്തതിയുള്ള അങ്ങനെ പറയാനുള്ള റീസൺ, അന്നത്തെ കാലത്ത് രാജാക്കന്മാർ, പ്രത്യേകിച്ച് റോമൻ ഭരണാധികാരികൾ, കൈസർമാർ തങ്ങളെ ദൈവമായി കാണണമെന്ന് ജനങ്ങളോട് പറയുമായിരുന്നു. തങ്ങളെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമായിരുന്നു. അവർക്കൊരു തലമുറ ഉണ്ടാകുമ്പോൾ അവർ കണ്ടിരുന്നത് തങ്ങളുടെ അനന്തരാവകാശിയായി വരുന്ന അടുത്ത ദൈവം. അതുകൊണ്ട് തന്നെ ദൈവപുത്രൻ എന്ന വാക്കാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് തങ്ങളുടെ മക്കൾക്ക്. ഞാൻ പറയാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ എന്ന വാക്കിൽ പലപ്പോഴും ഈ ഗോസ്പൽ പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. കൈസറിനൊരു ദൈവപുത്രൻ, അല്ലെങ്കിൽ കൈസറിന്റെ ഭവനത്തിലൊരു ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ വിളംബരം ചെയ്യുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഗോസ്പൽ. അതൊരു മതത്തിന്റെ വാക്കല്ല, രാഷ്ട്രീയമായ ഒരു വാക്കാണ്. സൈനിക വിജയം നേടുമ്പോൾ ഒരു രാജ്യം പരാജയപ്പെട്ടു, വേറൊരു രാജ്യം അതിനെ കടന്നു കയറി എന്ന് വിളിച്ചു പറയുന്നതും
ഗോസ്പലായിരുന്നു. അതേ വാക്കിനെയാണ് ഇവിടെ ഉപയോഗിച്ചത്. യേശു വന്ന് ഒരു രാജ്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യാൻ തുടങ്ങി. യേശു ഇങ്ങനെ പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രസംഗിക്കുന്നത്. മനസ്സിലാക്കണം, റോമൻ ഗവൺമെന്റിന്റെ അധീനതയിലിരിക്കുന്ന സ്ഥലത്ത് യേശു പ്രസംഗിക്കുകയാണ്, ഒരു രാജ്യം വരാൻ പോവുക. മാത്രമല്ല, തിരുവെഴുത്തുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രവചിക്കപ്പെട്ട മശിഹ താനാണെന്ന് യേശു വിളിച്ചു പറയുകയും ചെയ്തു. യേശു പലരോടും പറഞ്ഞു താനാണ് മശിഹ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ്, ശ്രദ്ധിക്കണേ, യേശു ഒരിക്കൽ പോലും സിംഹാസനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. യേശു റോമൻ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. പകരം യേശു പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചേർത്തടിച്ചാൽ മറു ചേർത്ത് കാണിച്ചു കൊടുക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, നിന്റെ കൂടെ ഒരു യാത്രയ്ക്ക് പോകാൻ വിളിച്ച അവനോട് കൂടെ പോവുക, കുറച്ചുകൂടെ പോവുക, ഒരു ഉടുപ്പെടുത്തുകൊണ്ട് പോയാൽ ഒന്നും കൂടെ കൊടുക്കുക, പുതപ്പും കൂടെ കൊടുത്തു വിടുക. ഇതൊക്കെയാണ് യേശുവിൻ്റെ പ്രസംഗം. ശിഷ്യന്മാർക്ക് തങ്ങൾ ദഹിക്കുന്നില്ല. അവർ നോക്കിയിരുന്ന മശിഹ ഇങ്ങനൊരു മശിഹ അല്ല. അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ റോമ ഗവൺമെന്റിനെ തകർത്ത് തങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു മശിഹ. അത് മാത്രമല്ല, യഥാർത്ഥ മശിഹയാണെങ്കിൽ മരിക്കത്തുമില്ല. പക്ഷെ ഈ മശിഹ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മരിക്കും. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനോട് പറയാണ്, നീ യഥാർത്ഥ മശിഹയാണെങ്കിൽ മരിക്കാൻ പാടില്ല, ക്രൂസിലേക്ക് പോകാൻ പാടില്ല. യേശു ആണെങ്കിലോ തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പത്രോസിന്റെ കാഴ്ചപ്പാടിൽ കള്ള മശിഹമാർ മാത്രമേ ക്രൂശിക്കപ്പെടത്തുള്ളൂ, ഒറിജിനൽ മശിഹയെ ക്രൂശിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുവെ നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള റീസൺ പോലും അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. പത്രോസിന്റെയൊക്കെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ മശിഹ എന്താണ്? ദേവാലയത്തെ സംരക്ഷിക്കും, യുദ്ധങ്ങൾ ചെയ്യും, തങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് റോമൻ ഗവൺമെന്റിനെ അട്ടിമറിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരിക്കൽ ചോദിക്കുന്നത്, യേശുവെ നിന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ അനുവാദം നൽകണം. കാരണം അവർ വിചാരിച്ചത് റോമൻ ഗവൺമെന്റിനൊക്കെ അടിച്ചിട്ടിട്ട് കയറിയിരിക്കുന്ന ഒരു മശിഹ അവിടെ ഇരുന്ന് നമുക്ക് ഭരിക്കാം. ഇതൊക്കെയായിരുന്നു അവർ ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ കണ്ണിലുള്ള കാഴ്ച. അവർ ചിന്തിച്ചതൊക്കെയായിരുന്നു, യേശു ഭരണത്തിൽ കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അവരുടെ മോട്ടീവ് അതായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചേ, യേശുവെ നിന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ പറ്റുമോ? പക്ഷെ യേശുവിൻ്റെ രാജ്യം വളരെ വ്യത്യാസമായിരുന്നു. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ട്. സത്യത്തിൽ ആ ഗിരിപ്രഭാഷണത്തിൽ യേശു പ്രസംഗിക്കുന്നത് മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവരാജ്യത്തിൻ്റെ ഒരു ഭരണഘടനയാണ്. ദൈവരാജ്യം എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു ഭരണഘടനയാണ് യേശു പ്രസംഗിച്ചത്. തൻ്റെ രാജ്യം എങ്ങനെയാണ്, ഈ ലോകത്തിൻ്റെ സിസ്റ്റമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്നെ താൻ ഉപേക്ഷിക്കുക, ക്രൂശ് എടുത്ത് അനുഗമിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ശരിയല്ലേ? അധികാരം പിടിച്ചെടുക്കുന്നതിന് പകരം അവിടെയുള്ള ഓരോരുത്തരെയും അധികാരികളാക്കി മാറ്റുന്ന ഒന്ന്. ഈ ലോകപ്രകാരം അധികാരം അട്ടിമറിക്കുകയല്ല, പകരം ഓരോരുത്തരെയും അധികാരികളാക്കുന്ന ചില പ്രമാണങ്ങളാണ് യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ വ്യത്യസ്തമായിരുന്നു. ദൈവരാജ്യത്തിനെ കുറിച്ച് യേശു പറഞ്ഞ ഒന്നും പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത് വരെ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അവർക്കത് എന്തോ ഒരു പോഷത്വം പോലെ തോന്നിക്കൊണ്ടേയിരുന്നു. കാരണം പലപ്പോഴും പരീക്ഷന്മാർ വന്ന് യേശുവോട് ചോദിക്കും, ദൈവരാജ്യത്തെക്കുറിച്ച് ചോദിക്കും. യേശു പറയും, ദൈവരാജ്യം നിങ്ങൾ വിചാരിക്കും പോലെ കാണും പോലെ അല്ല, കാണത്തക്ക വിധത്തിലല്ല വരുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. യേശു പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നിട്ടുണ്ട്, സ്പഷ്ടം. അവർക്ക് മനസ്സിലാകുന്നില്ല. ഇന്നും പലപ്പോഴും പല സഭകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. അവരും കാത്തിരിക്കുവാണ് ദൈവരാജ്യം വരാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ദൈവരാജ്യം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ. യേശു പറയാണ്, ദൈവരാജ്യം 2000 വർഷം മുമ്പ് യേശു പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇന്ന് സഭയിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പറയും, കൈയടിക്കും, നിങ്ങൾ ചിലപ്പോൾ അന്യഭാഷ സംസാരിക്കുമായിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ദൈവപുത്രൻ മഹത്വത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ യേശു പ്രസംഗിച്ചപ്പോൾ അവർക്കുണ്ടായ ഭയമാണ്. കാരണം അവരെ ആ വാക്ക് ഓർമ്മിപ്പിക്കുന്നത് ദാനിയേലിന്റെ പ്രവചനമാണ്. ദാനിയേൽ പ്രവചനത്തിൽ ദൈവപുത്രൻ മഹത്വത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ജഡ്ജ്മെന്റ് ആണ്, അത് ന്യായവിധിയെ സൂചിപ്പിക്കുന്ന. ഇന്നത്തെ പോലെ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ ദൈവപുത്രൻ മഹത്വം വരുന്നു എന്ന് പറയുമ്പോൾ അതായിരുന്നില്ല അവരുടെ റിയാക്ഷൻ. കാരണം അവർക്കത് അറിയാമായിരുന്നു എന്താണ് യേശു ഉദ്ദേശിക്കുന്നത്.
ദൈവപുത്രൻ മഹത്വത്തിൽ വരുന്നത് കാണുമെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി അത് ന്യായവിധിയെക്കുറിച്ചാണ്. അവിടെ ഇരിക്കുന്ന യെരുശലേം ടെമ്പിളിന് വരാൻ പോകുന്ന, ആ ദേശത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് യേശു പറയുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. യേശു സംസാരിച്ച കാലഘട്ടത്തെക്കുറിച്ച്. യേശു ഭൂതങ്ങളെ പുറത്താക്കി ദൈവരാജ്യങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് യേശുവിൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നിന്റെ രാജ്യം വരണമെന്ന പ്രാർത്ഥന നിവൃത്തീകരിക്കപ്പെടുകയാണ്. ഇനി നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല. കാര്യം എന്താണ്? രാജ്യം വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നും തിരിച്ചറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ നിന്റെ രാജ്യം വരണമേ. 2000 വർഷം മുമ്പ് യേശു പറയാണ്, നിന്റെ രാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. എന്താണ് യേശു അന്ന് പ്രസംഗിച്ച പ്രസംഗവും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയും? നമ്മൾ വെറുതെ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു അല്ല. യേശു അന്ന് പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ തൻ്റെയിടം കൂടെ നോക്കണം. യേശു സംസാരിക്കുന്ന രീതി, യേശുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചവരുടെ തൻ്റെയിടം നോക്കണം. കാരണം നിമിഷവും റോമാക്കാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടും, ക്രൂശിക്കും. കാര്യം എന്താണ്? ഒരു മശിഹായുടെ കൂടെ പോയാൽ, ഇറങ്ങി തിരിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അന്നത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. വെറുതെ ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. റോമ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ പ്രസംഗം. കാരണം യേശു പറയുന്നത് മറ്റൊരു രാജ്യത്തെക്കുറിച്ചാണ്. ഒരു രാജ്യത്തിന്റെ കീഴിൽ താമസിക്കുന്നവർ വേറെ രാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. യേശുവിൻ്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്. യേശുവിൻ്റെ രീതി, യേശു തൻ്റെ തന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ജനങ്ങളെ സ്വതന്ത്രരാക്കി ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല, രോഗികളെ ഒത്തിരി സൗഖ്യമാക്കുന്നു. തനിക്ക് വേണമെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു അധികാര സ്ഥാനം പിടിച്ചെടുത്തിരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ യേശു അതല്ല ചെയ്തത്. യേശു അവരെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നില്ല. പകരം യേശുവിൻ്റെ ലക്ഷ്യം അന്ധകാര ശക്തികളെ, അദൃശ്യമായ ശക്തികളെ, അവയെ തകർത്തുടച്ച് അവിടെയായിരിക്കുന്ന ഓരോ ജനത്തെയും വിടുവിച്ച് അവരെ എംപവർ ചെയ്ത് അവരെ തന്നെ അധികാരികളാക്കി മാറ്റുക. അവർക്ക് ദൈവം കൊടുത്ത ഒറിജിനൽ ഡെസ്റ്റിനിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിരുന്ന തൻ്റെ ഐഡന്റിറ്റി, തൻ്റെ പർപ്പസ്, അതിനെ തിരികെ കൊടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് യേശുവിന് മുന്നിലുണ്ടായിരുന്നത്. യേശുവിൽ സകല പ്രവാചകന്മാർ പറഞ്ഞതും നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ യഹൂദ മത നേതാക്കന്മാർ അവർ പലപ്പോഴും ഈ റോമ ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്തുന്നവരായിരുന്നു. നമുക്കറിയാം, അവർ പീലാത്തോസിന്റെ അടുത്ത് പറയും, പീലാത്തോസേ, കൈസറല്ലാതെ നമുക്ക് വേറെ ദൈവമില്ല, ഇവനെ ക്രൂശിക്കുക. കാര്യം എന്നാ? അവർക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ഇന്നും അങ്ങനെയാണ്. മത നേതാക്കന്മാർ ഇപ്പോഴും മാറ്റമില്ല. അവർക്ക് ഗവൺമെന്റുമാർ എപ്പോഴും ലൈസനായിരിക്കും. മതവും ഗവൺമെന്റും എപ്പോഴും ലൈസനായിരിക്കും. ദൈവരാജ്യവും ഗവൺമെന്റിനോട് ലൈസൺ ഉണ്ടാവില്ല. ദൈവരാജ്യം ഗവൺമെന്റ് മേലെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കുന്നു. എപ്പോഴൊക്കെ ഇതിങ്ങനെ ലൈസൺ പരിപാടിക്ക് പോവോ അതൊക്കെ റിച്വലായിട്ട്, ട്രഡീഷണലായിട്ട് തന്നെ പോകും. അതിനകത്ത് പവർ ഉണ്ടാവില്ല. പക്ഷേ ദൈവരാജ്യം എപ്പോഴും ആ ഗവൺമെന്റിന്റെ മേൽ അധികാരം ചെലുത്തുന്നതായിരിക്കും. എങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. മതങ്ങൾ ഒരിക്കലും ഗവൺമെന്റിനെ ട്രാൻസ്ഫോം ചെയ്യില്ല. മതങ്ങൾ അവരുടെ നിലനിൽപ്പിന് ഗവൺമെന്റുമായി എപ്പോഴും കൂട്ടിലായിരിക്കും. അന്നും ഇന്നും യഹൂദ മതം അന്നും റോമ ഗവൺമെന്റുമായി ലൈസൺ വർക്കായിരുന്നു. അവരപ്പോഴും കണക്ഷനായിരുന്നു. അവരൊരു സ്ഥലത്ത് എല്ലാ തോറയെടുത്ത് പ്രസംഗിക്കും, മറുവശത്ത് പോയി കാണേണ്ടവരെ കാണും. അവിടെ പോയി എല്ലാം പ്രസംഗിക്കും. ഇപ്പുറത്ത് വന്ന് പീലാത്തോസിന് പറയും, കൈസറല്ല, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. മനസ്സിലായോ? യഹോവയെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയും. പക്ഷെ ഇവിടെ ഒന്ന് പറയും, കൈസറല്ലാതെ വേറെ ആരും നമുക്കില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഇരട്ടത്താപ്പ്. ഇന്നും ഗവൺമെന്റ് അങ്ങനെയാണ്, മതങ്ങളും അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് അധികാരമാണ്. അത് ഒന്നിനെ അട്ടിമറിക്കുന്നതാണ്. യേശു എന്ന കല്ല് വന്നിടിച്ചപ്പോ ആ അന്നുണ്ടായിരുന്ന സിസ്റ്റം, അധികാര സിസ്റ്റങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു. ദൈവരാജ്യം ഈ ഭൂമി മുഴുവൻ നിറയുമെന്നാണ് വാഗ്ദത്തം. ദൈവരാജ്യം സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വളർച്ച കാണാൻ പറ്റണമെന്നില്ല, പക്ഷെ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈസ്റ്റ് പുളിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ എഫക്റ്റ് നമ്മുടെ ദേശത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാപുരോഹിതന്മാർ അന്ന് പോയി പറഞ്ഞു, ഞങ്ങൾ കൈസറല്ലാതെ വേറെ രാജാവില്ല. നിങ്ങൾ നോക്കിയേ, യേശു ഒരിക്കൽ പോലും ക്രൂസിനെ കുറിച്ച് പരസ്യമായി പ്രസംഗിച്ച് കാണുന്നില്ല. ഉണ്ടോ? പക്ഷെ യേശുവിൻ്റെ പ്രസംഗത്തിലെല്ലാം രാജ്യം എന്ന വാക്കുണ്ട്. ദൈവരാജ്യം, സ്വർഗരാജ്യം, രാജ്യം എന്ന വാക്കാണ് യേശു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് അന്നത്തെ ഏറ്റവും വലിയ തിന്മയുടെ അടയാളമായിരുന്ന, ഏറ്റവും വലിയ
നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു സിമ്പലായിരുന്ന ക്രൂസിനെ ഏറ്റവും വലിയ നന്മയുടെ അടയാളമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ക്രൂസിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും ഭയപ്പെടുന്ന ഒന്നിനെ, അന്നത്തെ പലരുടെയും ഭയത്തിൻ്റെ അടിസ്ഥാനമായിരുന്ന ക്രൂസിനെ ഏറ്റവും വലിയ നന്മയാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് മോശം സാഹചര്യത്തെയും ഏത് മോശം അവസ്ഥയെയും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം തിന്മയുടെ ഏറ്റവും അടയാളമായിരുന്ന, ഏറ്റവും മോശമായ അടയാളമായിരുന്ന ആ ക്രൂസിനെ നന്മയാക്കി മാറ്റിയതുപോലെ ദൈവപ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ മോശം അവസ്ഥകളെ എടുത്ത് ഏറ്റവും നല്ലതിലേക്കായി മാറ്റുന്ന ദൈവത്തിൻ്റെ കാര്യം. അതാണ് ക്രൂസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കറിയാം, യേശുവിന് വേണമെങ്കിൽ ആയിരക്കണക്കിന് ദൂതന്മാരെ ഇറക്കി റോമ ഗവൺമെൻറ്റുമായി ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ മാനുഷികമായി നോക്കിയാൽ യേശുവിൻ്റെ ക്രൂസിലുള്ള മരണം ഒരു പരാജയമായി തോന്നാം. എന്നാൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അന്ധകാരത്തിൻ്റെ എല്ലാ ശക്തികളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എൻ്റെ പാഷൻ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമാണ്. അവിടെ ഇതിങ്ങനെയാണ്, എൻ്റെ മലയാളത്തിൽ ഞാൻ വായിക്കുകയാണ്: അന്ധകാരത്തിൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും വാഴ്ചകളിൽ നിന്നും ആയുധങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും നമുക്കെതിരെ കുറ്റം ആരോപിക്കാനുള്ള അവരുടെ എല്ലാ അധികാരവും ശക്തിയും ഉരിഞ്ഞെടുത്ത് അവരെ തടവുകാരാക്കി ഒരു ഘോഷയാത്ര യേശു പരസ്യമായി നയിച്ചു. എൻ്റെ ലാസ്റ്റ് വേർഡ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഹി വാസ് നോട്ട് ദെയർ പ്രിസണർ, ദേ വെയർ ഹിസ്. അവൻ അവരുടെ തടവുകാരനായിരുന്നില്ല, അവർ അവൻ്റെ തടവുകാരായിരുന്നു. അവരെല്ലാം കൂടി പിടിച്ചു കെട്ടി യേശുവിനെ ക്രൂശിച്ചു എന്നാണ് കാണുന്നത്. പക്ഷേ യേശു അവരെ തടവുകാരാക്കിയതാണ്. ഒരിക്കലും യേശുവിനെ അവർക്ക് തടവുകാരനാക്കാൻ പറ്റിയില്ല എന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പാപമോചനം ലഭിച്ചു, ശരിയാണ്. സൗഖ്യം ലഭിച്ചു, ശരിയാണ്. അതിനപ്പുറമായി ലഭിച്ച ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ക്രൂശ് മരണത്തിലൂടെ നമുക്ക് മാനവരാശിക്ക് എന്താണ് ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 25:6 മുതൽ വീട്ടിൽ പോയി വായിക്കണം, നിങ്ങൾ നോട്ട് ചെയ്യണം. യെശയ്യാ പ്രവചനം 25:6 മുതൽ 9 വാക്യങ്ങൾ. നിങ്ങൾക്കറിയാവോ, യേശുവിന്റെ ജനനം മുതൽ മരണം വരെ 300 കണക്കിന് പ്രവചനങ്ങൾ നിവൃത്തിയായി. 300-ലധികം പ്രവചനങ്ങൾ നിവൃത്തിയായി. അതിലൊരു പ്രവചനം എഴുതിയിരിക്കുകയാണ്: സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾക്ക് വായിച്ചപ്പെട്ടത് മനസ്സിലാവണമെന്നില്ല, ഞാൻ പറയാം. ആദ്യം പറഞ്ഞ കാര്യം ഒരു വീഞ്ഞ് കഴിക്കുന്നതിനെ കുറിച്ചാണ്, ഒരു സദ്യ ഒരുക്കുന്നതിനെ കുറിച്ചാണ്. അതിന് മുന്നമേ നടക്കേണ്ട കാര്യമാണ് അടുത്ത് പറയുന്നത്. എപ്പോഴാണെന്ന് അറിയാവോ? സകല വംശങ്ങൾക്കുള്ള ഒരു മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന ഒരു മറവും അവൻ നശിപ്പിച്ചു കളയും. എന്താണ് ഈ മറവ്, എന്താണ് ഈ മൂടുപടമെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. എന്താണ്? അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുളയ്ക്കുകയും തൻ്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആ നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ധനികനായാലും ദരിദ്രനായാലും, വിദ്യാഭ്യാസമുള്ളവനായിക്കോട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിക്കോട്ടെ, ഏതൊരു വ്യക്തിയായാലും അവൻ്റെ ഏറ്റവും വലിയ ഭയം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും മുട്ടുമടക്കുന്ന ഒരേ ഒരു കാര്യത്തിന് മുന്നിൽ മാത്രമാണ്, അത് മരണം. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ഈ ലോകത്തുള്ള സകല വ്യക്തികളുടെ മുന്നിൽ അവർ എന്തിൻ്റെയും മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന് മുന്നിൽ മാത്രമാണ്. ഒരു കരിമ്പടം പോലെ മാനവരാശി മുഴുവൻ മൂടിയിരുന്ന ഒരു മൂടുപടം, അത് നീങ്ങിപ്പോകുന്നൊരു ദിവസം ഉണ്ടാകും. അങ്ങനൊരു ദിവസത്തെ സങ്കല്പിക്കാനാണ് ഇവിടെ യെശയ്യാ പ്രവചനം പറയുന്നത്. ശരിയല്ലേ? സകല മനുഷ്യരെയും മൂടിയിരിക്കുന്ന ഭയപ്പെടുന്ന ഒന്ന് നീങ്ങിപ്പോകുന്നൊരു ദിവസം വരും.
ആ ദിവസം കുറിച്ച് പറയുകയാണ്, മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുന്ന ഒരു ദിവസം. അങ്ങനൊരു ദിവസം വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ദിവസം ഇതുവരെ വന്നിട്ടില്ലേ, ഇനി വരാൻ പോകുന്നതാണോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒന്നിൻ്റെ സെൻസ് വായിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഈ പ്രവചനം എപ്പോൾ നിവൃത്തിയായി? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് വായിച്ച ഓർമ്മയുണ്ടോ? ലൂക്കോസ് 1:78 വാക്യത്തിൽ ദൂതന്മാർ യേശുവിന്റെ ജനനത്തിൽ ഘോഷിച്ച വാക്യാണ്, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം. ഹല്ലേലൂയ. ഈ പ്രവചനം നിവൃത്തിയായി എവിടെയാണ്? യേശുവിന്റെ ജനനത്തിലാണ് നിവൃത്തിയായത്. ഇരുളിലായിരിക്കുന്ന, മരണഭീതിയിലായിരിക്കുന്ന ജനത്തിന് വെളിച്ചമായി, പ്രത്യാശയായി വന്നതാണ് യേശു. ശരിയാണോ അല്ലയോ? ശരിയാണ്. യേശു വന്ന കാര്യങ്ങളെല്ലാം ചെയ്തോ? ചെയ്തു. യേശു വന്ന കാര്യങ്ങളെല്ലാം നിവർത്തിച്ചോ? നിവർത്തിച്ചു. സകലവും നിവൃത്തിയായി. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവാചകൻ തൊട്ട് മുന്നേ പറഞ്ഞ വചനം നിവൃത്തിയായില്ലേ? തൊട്ടടുത്തൊരു വാക്യം വായിക്കാം. ഹോശയ്യ 13:14. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. ഇത് ഹോശയ്യ പ്രവചനം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് യെഹെസ്കേൽ പ്രവചനം 37 അതിന്റെ 11 മുതൽ വാക്യങ്ങൾ വായിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിന്റെ 1-2 വാക്യം മാത്രം ഞാൻ വായിക്കാം. 37-ന്റെ 14-ാമത്തെ വാക്യം, അതിന് മുന്നുള്ള വാക്യം 12 വാക്യം. അവിടെ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം അരുളിച്ചതിട്ട് പറയുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാമോ? അടുത്ത വാക്യം കേട്ടു നോക്ക്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. എപ്പോഴാണ് ശവക്കുഴി തുറക്കുന്നത്? എപ്പോഴാണ് ജീവനോടാക്കുന്നത്? എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ പകർന്നിരിക്കും. ഇനി പകരാൻ പോവുകയല്ല, ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ഈ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും. ഇനി ഈ ശരീരം മരിക്കാനുള്ളതല്ല, ഈ ശരീരത്തിൽ ജീവിപ്പിക്കുന്ന ആത്മാവിനെ വച്ചിരിക്കുകയാണ്. ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെല്ലുകളുണ്ടെങ്കിൽ, ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് അവൻ പകർന്നിരിക്കുകയാണ്. എന്തിനാണ്? അതിനെ പറയുന്നു, ശവക്കുഴി കാണാതിരിക്കേണ്ടത്. നീ ഇനി ശവക്കുഴിയിൽ പോകാനല്ല, യേശു വന്നത് മരണത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാനല്ല, മരണത്തിൽ നമ്മളെ കരകയറ്റാനാണ്. ഇന്നെല്ലാവരും അതിൻ്റെ ആദ്യ പാർട്ട് മാത്രം എടുത്ത് ഘോഷിക്കുകയാണ്. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വന്നു മരിച്ചു, ഓ ഞാൻ സ്വർഗത്തിൽ പോകാൻ. തെറ്റിപ്പോയി. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല യേശു മരിച്ചത്, ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിക്കാൻ. വചനം പറയുന്നു, നീതിമാൻ ജീവനോടെ ഇരുന്ന് അവൻ ഭൂമിയെ അവകാശമാക്കും. സ്വർഗത്തെ അവകാശമൊന്നല്ല, ഭൂമിയെ അവകാശമാക്കും. ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങിക്കോ, ഞാൻ ഭൂമിയെ അവകാശമാക്കും. വചനം പറയുകയാണ്, നീതിമാൻ എന്നേക്കും ഈ ഭൂമിയിൽ പാർത്ത് അതിനെ അവകാശമാക്കും. എന്നേക്കും പാർക്കാനാണ് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് എന്നേക്കും ഈ ഭൂമിയിൽ വസിക്കാനാണ്, മരിച്ച് കുഴിയിലേക്ക് പോകാനല്ല, ജീവിക്കുക. ഇനി ആർക്കെങ്കിലും ആഗ്രഹമാണ് പോണമെങ്കിൽ തടസ്സമില്ല, വെക്കോ, എങ്കിലും നിങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. വ്യക്തമായി പൗലോസ് പറയുകയാണ്, മരിച്ച് പോയാൽ, നിദ്ര പ്രാപിച്ചാൽ
തീർച്ചയായും നിങ്ങൾ രൂപാന്തരപ്പെട്ട് വരും. പക്ഷേ അതിനേക്കാൾ ഈ മർത്യമായതിൻ്റെ പുറത്ത് അമർത്യമായതിനെ ധരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ വരവോളം നിങ്ങൾ ഇങ്ങനെ ജീവനോടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 65:20 ഞാൻ വായിക്കാം. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായെന്നാലും ശപിക്കപ്പെട്ടവനെ വരും. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. ഞാനെല്ലാം പ്രധാന പോർഷനായിട്ട് ചോദിക്കുകയാണ്. ബാലൻ 100 വയസ്സുള്ള, അതായത് 100 വയസ്സായ ഒരു വ്യക്തി മരിക്കുമ്പോൾ കൊച്ചു പ്രായത്തിലേ മരിച്ചുപോയ ബാലനാണെന്ന് പറയും. എന്ന് വെച്ചാൽ മിനിമം ഒരു ആയുസ് 1000 മേലെ എത്തും. അങ്ങനൊരു കാലം വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. ഇതേ യെശയ്യാവ് പ്രവചിച്ചു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് നടന്നെങ്കിൽ, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന പ്രവചനം സയൻസിനൊക്കെ വിരുദ്ധമാണ്. അത് നടന്നെങ്കിൽ, ഇന്ന് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 50 വർഷം കഴിയുമ്പോൾ മനുഷ്യൻ്റെ ശരാശരി പ്രായം 200 മേലെ എത്തുമെന്ന് സയൻസ് പറയുന്നു. എൻ്റെ ദൈവം വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. സയൻസ് പറഞ്ഞു നോ. പക്ഷെ നടന്നുവെങ്കിൽ, സയൻസ് ഇന്ന് 200 പറയുന്നെങ്കിൽ എൻ്റെ ദൈവം പറയും 100 വയസ്സ് പോലും ബാലനായി തോന്നും. 1000 മേലെ നിന്റെ വയസ്സ് വർദ്ധിക്കുന്ന കാലം വരും. അതായത് മരണം നിന്റെ കാൽ കീഴിലാകുന്ന ഒരു കാലം വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. അതിൻ്റെ നിവൃത്തീകരണമാണ് ഈ വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത്. അത് മെഡിക്കൽ സയൻസിൻ്റെ പുരോഗമനം കൊണ്ടുണ്ടാകുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്ത് പരിവർത്തിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് മരിച്ചവനെ ജീവിപ്പിക്കുന്നതാകൊണ്ട് നീ മരിച്ചാലും ജീവിച്ചുകൊണ്ടേയിരിക്കും. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞിട്ട് ടെന്റ് അടിച്ചിരുന്ന് യേശുവേ നീ എന്ന് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതല്ല. അവിടെ തെറ്റിപ്പോയി. യഹോവയെ കാത്തിരിക്കുക എന്ന് വെച്ചാൽ യേശു എന്ന് വരുമെന്ന് കാത്തിരിക്കുന്നതല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ അവൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരാണ് യഹോവയെ കാത്തിരിക്കുന്നവർ. വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്, വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് എന്ന് വെച്ചാൽ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുന്നവരുടെ ആരോഗ്യം ക്ഷീണിച്ച് പോകത്തുള്ളത് എനിക്ക് തോന്നുന്നത്. കാരണം അവർ കാത്തിരിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടാനാണ്. അതിനല്ല. വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഇരിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ അവൻ ഒരിക്കലും വരുമെന്നല്ല, അവൻ എൻ്റെ കൂടെ ആയിരിക്കുന്ന, അവൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ. പഴയ നിയമത്തിൽ എൻ്റെ പിക്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. നിയമപ്പെട്ടകത്തിൽ അവൻ്റെ സാന്നിധ്യം വസിക്കുന്ന ആ നിയമപ്പെട്ടകത്തിൽ ഒരു ദിവസം മാത്രം ആയുസ്സുള്ള മന്നായെ എടുത്ത് വെച്ചപ്പോൾ അത് വർഷങ്ങളോളം അത് അതുപോലെ ഇരുന്നെങ്കിൽ ദൈവസാന്നിധ്യം വസിക്കുന്ന നിന്റെ ശരീരം പഴകി പോകത്തില്ല. അത് പുതുക്കി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞേ അവൻ്റെ സാന്നിധ്യം ഇരിക്കുമ്പോൾ നിന്റെ ശക്തിയെ പുതുക്കുന്നേ, യൗവനം പുതുകി വരും. എൻ്റെ സഹോദരന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫെയർനെസ് ക്രീം, ഏറ്റവും നല്ല ഈ ആൻറ്റി ഏജിങ് ക്രീം ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഒരു ആൻറ്റി ഏജിങ് ക്രീമിനും അതൊക്കെ ചുളിവൊക്കെ ഒന്ന് മറയ്ക്കാനേ പറ്റുമെങ്കിൽ റീജനറേഷൻ നടത്തി പുതുക്കം പ്രാപിച്ച് യൗവനം പുതുകി വരുന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ അത് ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ മക്കളെ കണ്ടാൽ, ഈ ലോകത്തിലെ സെലിബ്രിറ്റികളെ കണ്ടല്ല അത് പറയേണ്ടത്. ദൈവത്തിൻ്റെ മക്കളെ കണ്ടാൽ പറയണം, ഓ ഇവൻ്റെ ആരോഗ്യം എന്നതാ, 150-ാം വയസ്സിൽ എന്നെ ആരോഗ്യ. മോശയെ കണ്ട് ജനം പറഞ്ഞു, ഓ 80-ാമത്തെ വയസ്സിലും എന്നെ ആരോഗ്യ. 120-ലും കണ്ണുമങ്ങിയില്ല, മുഖത്ത് ചുളിവുണ്ടായില്ല 120 വയസ്സിൽ. അങ്ങനെ കണ്ട് പറയണം. നേരത്തെ പറഞ്ഞ യെശയ്യാപ്രവചന പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഒരു പുതപ്പിനെ മാറ്റുന്നത് പറഞ്ഞു. ആൾക്കാരുടെ മേൽ കരിമ്പടം പോലെ വീഴുന്ന മരണഭീതിയെ ദൈവം മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു വാക്യം കൂടെ എടുത്തേ. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15. ഞാനിന്ന് പറഞ്ഞ എല്ലാ വാക്യങ്ങളും ഇതിൽ കഴിയുമ്പോൾ കുറിച്ചു വെച്ച് വീട്ടിൽ പോയി വായിക്കണം. എബ്രായർ 2:14-15. അവിടെ ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ വരവിൽ സംഭവിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ശ്രദ്ധിച്ചോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി വലിയ കഴിവൊന്നും വേണ്ട. ഇനി വിടുവിക്കുമെന്നല്ല, യേശുവിന്റെ വരവിൽ സംഭവിച്ചതാണ്. എന്നാ സംഭവിച്ചേ? മക്കൾ ജഡരക്തങ്ങളോടായതുകൊണ്ട് അവനും നമ്മെപ്പോലെ
ജഡരക്തങ്ങളോട് കൂടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? തൻ്റെ മരണത്താൽ പിശാചിനെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം, ജീവനുള്ള കാലം മുഴുവൻ മരണത്തെ പേടിച്ചിരുന്ന ജനത്തെ വിടുവിച്ചു. പക്ഷെ ഇന്നും പേടിമാർ എത്രയോ പേരുണ്ട്. മരണം എന്നെ തൊടുമോ, മരിച്ചു പോകുമോ? വചനം പറയുന്നു, മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു. യേശു നിന്നെ മരണഭീതിയിൽ വിടുവിച്ചു തൻ്റെ മരണത്താൽ. കാരണം അവൻ മരണത്തിനപ്പുറം, മരണത്തെ ജയിച്ചു വന്നിട്ട് മരണത്തിന് ഇനി നിന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു. കാരണം എന്നാ? യേശുവിന് എന്തിനാ മരണത്തെ പിടിച്ചു വെക്കാൻ പറ്റാതെ? യേശുവിനെ എന്തുകൊണ്ട് മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല? ഒറ്റ റീസണേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ദ്രവത്വം കാണാൻ അനുവദിച്ചില്ല. കാരണം ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ പറയുന്നേ, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ആത്മാവ്, ആ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നേ, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നേ. ഇന്ന് നമ്മളെയും മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഈ ആത്മാവ് ഉയർപ്പിക്കുന്ന ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. നിന്റെ മേൽ ക്യാൻസർ എന്ന് മൂടി മരിക്കുമെന്നല്ല, ക്യാൻസറിനപ്പുറം അതിനെ കരിച്ച് ജീവൻ കൊണ്ടുവരുന്ന, കുഴിച്ചിട്ട് മണ്ണടി വെച്ച് അഴുകിപ്പോകാൻ അനുവദിക്കാത്ത ജീവൻ, കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ അഴുകി നാറ്റം വയ്ക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവിടെ നാറ്റം വയ്പ്പിക്കാതെ ജീവിപ്പിച്ച അതേ ആത്മാവ് നിന്റെ അകത്തിരിക്കുകയാണ്. അതേ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരം വരുന്ന രോഗങ്ങളെയോ നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം നിന്റെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് യോഹന്നാനോട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വെറുതെ ജീവിക്കുവല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇനി മരണത്തിനും പാതാളത്തിനും നിന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു ആ താക്കോലിനെ പിടിച്ചു മേടിച്ചു. ഇനി പൂട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണത്തിൽ റോമൻ ഗവൺമെന്റ് വിചാരിച്ചു ഒരു കള്ള മശിഹായെ ഒതുക്കി. പക്ഷെ യഹൂദന്മാർ അങ്ങനെ ഒതുങ്ങിയില്ല. യഹൂദന്മാർക്ക്, പ്രത്യേകിച്ച് മത നേതാക്കൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. യേശു പലപ്പോഴും പറഞ്ഞു, ഞാൻ 3 നാൾ ഉയർത്തി നിൽക്കും. അതുകൊണ്ട് തന്നെ അവർ പിലാത്തോസിനോട് പറഞ്ഞു, നിങ്ങൾ ശരി, എല്ലാം ശരി, ക്രൂശിച്ചു, ഒക്കെ ശരി, പക്ഷെ ആ കള്ളൻ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞു ചിലപ്പോൾ എഴുന്നേറ്റ് വരുമെന്ന്. ഇനി എങ്ങാനും എഴുന്നേറ്റ് വന്ന നമ്മളെ പ്ലാന് കംപ്ലീറ്റ് പൊളി. 2 കാര്യം: ഒന്ന്, അവൻ കള്ളമശിഹ അല്ല, ഒറിജിനലാണെന്ന് തെളിയും. 2, ഇനി ഈ ക്രൂശ് കാണിച്ച് ആരെയും പേടിപ്പിക്കാനും പറ്റൂല. കാരണം മരണത്തെക്കുറിച്ചുള്ള ഭയം ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകും. ശരിയല്ലേ? ഏറ്റവും വലിയ കാര്യം അതാണ്. ഇനി ഈ മരണം കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ പറയും, ഒന്ന് പോടാപ്പാ, ഈ മരണത്തെ എൻ്റെ യേശു തോപ്പിച്ച് ഇനി എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നന്നായിട്ട് ഉറപ്പിക്കണം. പിലാത്തോസ് പറഞ്ഞു, കാവൽ കൂട്ടത്ത് തരാം, നല്ല മുദ്രയും തരാം, കൊണ്ട് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചോ. കാരണം നമ്മുടെയും കൂടെ ആവശ്യമാണല്ലോ. കാരണം അവൻ ഉയർത്താൽ അവൻ ഒറിജിനൽ മശിഹായാണ് തെളിയിക്കപ്പെടും. അതാ ഉയർത്തുന്നാലോ ഇനി ആരെയും പേടിപ്പിക്കാനും പറ്റത്തില്ല. ക്രൂശിക്കും എന്ന് പേടിപ്പിക്കാൻ പറ്റില്ല, കൊന്നുകളയെന്ന് പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം മരണത്തെ ഒരുവൻ ജയിച്ചാൽ പിന്നെ ആ ഭയം പോയി. ശരിയല്ലേ? ഒരു മരണത്തെ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന സമയം വരെ അവൻ ആയുസോനും പേടിപ്പിക്കാൻ പറ്റുള്ളൂ. ദാവീദ് പോയി തള്ളിയിട്ടപ്പോ വചനം പറഞ്ഞതിനെയാണ്, ദാവീദ് വാളും കൊണ്ട് ഓടി, പുറകെ ജനം മുഴുവൻ ഓടി. കാര്യം എന്നാ? ഒരുവൻ തള്ളിയിട്ടു. പ്രിയരെ, ലോക ജനതയെ മുഴുവൻ വെല്ലുവിളിച്ച് 40 ദിവസം മാത്രമല്ല, അന്ന് ഗോലിയാത്ത് 40 ദിവസം വെല്ലുവിളിച്ചെങ്കിൽ ലോക ജനതയെ കാലങ്ങളായി വെല്ലുവിളിച്ച ഒരുവനുണ്ട്, മരണം. നിന്നെ കൊന്നുകളയും വെല്ലുവിളിച്ച ആ മരണത്തെ എൻ്റെ യേശു കർത്താവ് ദാവീദായി പോയി അതിന് തലയെ വെട്ടിയപ്പോ പിന്നിൽ നിൽക്കുന്ന നമ്മൾ വെല്ലുവിളിച്ച് ഓടി ജയഘോഷം മുഴക്കണം. കാരണം, ഹേ മരണമേ, നിന്റെ അവസാനം കണ്ടിരിക്കുന്നു, നിനക്കിനി ജയമില്ല, എൻ്റെ യേശു ജയിച്ചു, ഇനി ഞാൻ ജയാളിയാണ്. മാത്രമല്ല, ഇനി ആ മരണത്തിനെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ഇന്നും തിരിച്ചറിയാതെ ഒരു കൂട്ടം ജനം ഇന്നും മരണത്തെ പേടിച്ചിരിക്കുമ്പോൾ അവിടെ അവർ കാവൽക്കൂട്ടത്തെ കൊടുത്തു, ഉറപ്പിച്ചു, റോമൻ ഗവൺമെന്റിന്റെ മുദ്ര കൊണ്ട് പതിപ്പിച്ചു. 3-ാം നാളിൽ ആ മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആ കല്ലറയ്ക്ക് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. കാവൽക്കൂട്ടം മരിച്ചവരെ പോലെയായി. ചങ്ങല പൊട്ടി. യേശു ഉയർത്തെഴുന്നേറ്റു. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഞാൻ ദാവീദിന്റെ ഗോലിയാത്തിന്റെ സ്റ്റോറി പറഞ്ഞത് അത് ഇതുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ആണ്. കാരണം ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ കേൾക്കുന്ന ജനം മുട്ടിടിച്ച് വിറയ്ക്കുമായിരുന്നു.
അവരുടെ മനസ്സിനകത്ത് മരണം മരണം ഒരു വല്ലാത്തൊരു ഭയമായിരുന്നു. എന്നാൽ ഒരുവൻ ആ വെല്ലുവിളി നേരിടാൻ തയ്യാറായി. യേശു എനിക്ക് വേണ്ടി എൻ്റെ മരണത്തെ നേരിടാൻ എനിക്ക് അപ്പോയിന്റ് ചെയ്തിരുന്ന ഒരിക്കൽ മരണം മനുഷ്യന് നിശ്ചയിച്ചിരിക്കാൻ യേശുവും എനിക്ക് വേണ്ടി ആ മരണത്തെ നേരിട്ടു. ആ മരണം തോൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നീ മരിക്കുകയില്ല, നീ ജീവിക്കും. നിന്റെ മരണം ഞാൻ എടുത്തിരിക്കുകയാണ്. വചനം പറഞ്ഞങ്ങനെയാണ്, മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവനാകെകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോടുകൂടി ഇറങ്ങി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് മരണപര്യന്തം ജീവപര്യന്തം ജീവിച്ചിരുന്ന കാലം മുഴുവൻ മരണഭീതിയിരുന്ന ജനത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. ഇനി മരണത്തെ ഭയപ്പെടരുത്, ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ പറയാറുണ്ട്, ഒരു കൊച്ചു രോഗത്തെ പോലും അനുവദിക്കരുത്, ഒരു തലവേദന പോലും അനുവദിക്കരുത്. അത് വരുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, അത് മരണത്തിൻ്റെ ലൈറ്റ് ഡോസേജ് ആണ്. തലവേദനയല്ലേ ഉള്ളൂ, കുരുവല്ലേ ഉള്ളൂ, ഇരിക്കട്ടെന്ന് പറയരുത്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ അത് മരണത്തിൻ്റെ ഒരു ഡോസേജ് ആണ്. ഹല്ലേലൂയ. അനുവദിക്കരുത്. വന്ന പാടെ എടുത്തെറിയണം. കാരണം ഇനി ഞാൻ മരിക്കാനുള്ളവനല്ല, ഞാൻ ജീവനോടെ ഇരിക്കേണ്ടവനാണ്. എന്താ തെളിവെന്നറിയാവോ? യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വചനം പറയുന്നു, അവൻ എങ്ങനെയോ അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. അവൻ അവിടെ എന്നേക്കും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടവരാണ്. നിങ്ങൾ അങ്ങനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ എങ്ങനെയോ അങ്ങനെ നിങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുകയാണ്. ഇനി മരണത്തിൽ നിന്ന് തൊടാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിളിച്ചു പറയാതിരുന്നാൽ, നമ്മൾ അതിനെ ഏറ്റു പറയാതിരുന്നാൽ മരണത്തിൽ നിന്ന് തൊടാൻ കഴിയത്തില്ല. ഇനി മരണം നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് വരുന്നത്. ക്ഷണിക്കാതെ അവൻ വരാൻ ഒരു അധികാരവുമില്ല. ദാവീദ് പറയുകയാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. മശിഹായിൽ നിവൃത്തിയായ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന നിവൃത്തിയാണ് മരണം നീക്കി. ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഇത് പ്രസംഗിച്ച് കേൾക്കണം. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുമല്ലേ? നമ്മൾ പ്രസംഗിക്കണം. മരണത്തെ അവൻ നീക്കിയിരിക്കുന്നു. ഈ ലോകത്തിലെ ബിൽഗേറ്റ്സിനോടും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനോടും പറയാനുള്ള സുവിശേഷം എന്ന് പറയുന്നത് അവന്റെ പാപത്തെ ക്ഷമിച്ചത് മാത്രമല്ല, അവന്റെ മരണത്തെയും നീക്കിയെന്നാണ് സുവിശേഷം. ഏതൊരു പണക്കാരനും ആവശ്യവും അവന് വീടും കാറുമല്ല ആവശ്യം, സമ്പത്തല്ല ആവശ്യം, അവൻ ആവശ്യം മരണം മാറുന്നതാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും അത്രേ വന്നത്. യേശു വന്നത് ജീവൻ തരാനാണ്, സ്വർഗത്തെ കൊണ്ടുപോകാനല്ല. ഹല്ലേലൂയ. ജീവൻ നൽകുവാൻ. മരിച്ചിരിക്കുന്നവൻ ആവശ്യം ജീവനാണ്. മരണത്തിന്റെ ഭീതിയിരിക്കുന്നവന് ജീവനാണ് വേണ്ടത്. ആദവന് നഷ്ടമായത് തിരികെ തരാനാ വന്നേ. ആദവന് നഷ്ടമായത് ജീവനാണ്. അതേ ജീവനെ നൽകുവാൻ യേശു വന്നു. ഇന്ന് ആ ജീവനെ സ്വീകരിച്ചോട്ടെ. നാവിന്റെ അധികാരത്തിലാണ് ജീവനും മരണവും. വായകൾ തുറന്ന് ജീവനെ മാത്രം പറയുക, ജീവനെ മാത്രം പറയുക. നമ്മൾ ജീവിക്കും. യേശുവിന്റെ വരവ് വരെയും ജീവിക്കും.